അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു കാണും, ഈ വീഡിയോ വൈറലായിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഇന്ത്യക്കാർക്ക് സിവിക് സെൻസ് പൊതുവേ ഇല്ല എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലല്ല പല രാജ്യത്തെ നിയമങ്ങൾ. ഇപ്പോൾ ഈ ഡാൻസ് കളിച്ചിരിക്കുന്നത് വേൾഡ് വാർ സെക്കൻഡിലെ മെമ്മോറിയലായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ടാണ് ഈ ഡാൻസ് കളിച്ചിരിക്കുന്നത്. അപ്പോൾ അവരറിഞ്ഞു കാണത്തില്ലായിരിക്കാം, പക്ഷെ നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ കുടുംബം തന്നെ ഭയങ്കര സങ്കടത്തിലായി പോകും. കാരണം ഇപ്പോൾ കണ്ടില്ല, അവരെ ഡീപ്പോർട്ട് ചെയ്യാണെന്ന് പറയപ്പെടുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ ചുറ്റുപടിക്കുന്ന ആൾക്കാർ, നമ്മുടെ ഫാമിലി എല്ലാവരും സങ്കടത്തിലായി പോകും. നമ്മളൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, സൗദി അറേബ്യയിൽ പോയിട്ട് നമ്മൾ പുറത്തിറങ്ങി വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് മിക്ക സ്ഥലങ്ങളും അലൗഡ് അല്ല. പുറത്തിറങ്ങി മറ്റുള്ള ആൾക്കാരെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ജയിലിൽ പോകും. ചിലപ്പോൾ നമുക്ക് വലിയ പണിയും കിട്ടും, നമ്മൾ നാട്ടിൽ പറഞ്ഞു വിടും. ഭയങ്കര പ്രശ്നമാണ്. അവിടെ നിയമങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതുപോലെ തന്നെ ദുബായി പോയി നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി വീഡിയോ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞ 2 അറബ് കൺട്രീസ് ആണ്, പക്ഷേ രണ്ടിടത്ത് 2 നിയമങ്ങളാണ്. അപ്പം നമ്മളത് പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ കാനഡയോ അല്ലെങ്കിൽ UK, ജർമ്മനി എവിടെ പോയാൽ പോലും നമ്മൾ ഇന്ത്യക്കാർക്ക് പൊതുവെ ഒരു സിവിക് സെൻസ് ഇല്ല എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് 2 ഇന്ത്യക്കാരോടെ പോയി ഡാൻസ് കളിച്ചത്. ഒരിക്കലും ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കാനോ പറ്റിയ ഒരു സ്ഥലമല്ല അത്. വേൾഡ് വാർ സെക്കൻഡിൻ്റെ ഒരു മെമ്മോറിയലായിട്ട് സ്ഥാപിച്ചൊരു സ്ഥലമാണത്. വാഷിംഗ്ടണിലുള്ള സ്ഥലമാണ്. അവിടെ പോയിട്ടാണ് ഈ ആൾക്കാർ ഡാൻസ് കളിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ സന്തോഷം കൊണ്ട് അവർ സ്ഥലത്തെത്തിയപ്പോൾ ഡാൻസ് കളിച്ചു. പക്ഷേ ആ സ്ഥലത്തിൻ്റെ ആ ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കണം അറ്റ്ലീസ്റ്റ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, ഏത് രാജ്യത്താണോ പോകുന്നത്, നമ്മൾ ഏത് സ്ഥലത്താണോ പോകുന്നത്, നമുക്ക് എവിടെ പോയാലും വീഡിയോ എടുക്കാനും എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ നമുക്കുണ്ട്. പക്ഷെ അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റി മറിക്കുന്ന ഒരു തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വൈറലാവും. പണി കിട്ടാൻ വേണ്ടി പോകുന്നത് ഈ ലൈക്കോ കമന്റോ അല്ലെങ്കിൽ ഷെയർ ചെയ്ത ആൾക്കാർക്കൊന്നുമല്ല, നമുക്കായിരിക്കും പണി കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ വീഡിയോ എടുക്കാനും അത് പോസ്റ്റ് ചെയ്യാനും പാടുള്ളൂ. സോഷ്യൽ മീഡിയ നല്ലൊരു സംഭവമാണ്, പക്ഷേ അതുവഴി പണി കിട്ടുന്ന ആൾക്കാരുണ്ടോ കുറവൊന്നുമല്ല. അപ്പോൾ സൂക്ഷിച്ചോ എല്ലാ ആൾക്കാരും.